യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അമ്മ സ്വന്തമാക്കിയത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഹൃദയത്തിൽ ശങ്ക കൂടാതെ, സംശയിക്കാതെ 100% ഉറപ്പോടുകൂടി പരിശുദ്ധ അമ്മ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, കാത്തിരുന്നു, സ്വന്തമാക്കി. അതുകൊണ്ടാണ് കർത്താവ് ഉദ്ധാനം ചെയ്തപ്പോൾ എല്ലാവരും കല്ലറയിലേക്ക് ഓടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തലന്മാരും ഭക്തസ്ത്രീകളും ഒക്കെ കല്ലറയിലേക്ക് പോയി കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന കാര്യം കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പരിശുദ്ധ അമ്മ കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ ഒരു സ്ഥലത്തേക്കും ഓടുന്നത് നമ്മൾ കാണുന്നില്ല. സത്യത്തിൽ പരിശുദ്ധ അമ്മയാണ് അപ്പസ്തലന്മാരെക്കാളൊക്കെ മുമ്പേ ഓടേണ്ടിയിരുന്നവൾ. പക്ഷേ അമ്മ ഓടിയില്ല. കാരണം എന്താണ്? കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവരെന്നെ കുരിശിൽ തറയ്ക്കുമെന്നും ഞാൻ കുരിശിൽ മരിക്കുമെന്നും എന്നാൽ 3-ാം ദിവസം ഞാൻ ഉദ്ധാനം ചെയ്യുമെന്നും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവ് അരുളി ചെയ്ത ഈ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച്, വിശ്വസിച്ച്, പ്രാർത്ഥിച്ച് സ്വന്തമാക്കിയതാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഉദ്ധാനം ചെയ്തു എന്നുള്ളൊരു പുതിയ വാർത്തയല്ലായിരുന്നു. പരിശുദ്ധ അമ്മ വിശ്വസിച്ച്, പ്രാർത്ഥിച്ച്, കാത്തിരുന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒരു സ്ഥലത്തേക്കും ഓടാതിരുന്നത്. പഴയ നിമിത്തം നമുക്ക് അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ലേ, ഞാൻ കാണിച്ച് തരാൻ പോകുന്ന സ്ഥലത്തേക്ക് നീ പോകുക. കാണിച്ച് കൊടുത്തിട്ട് ആ സ്ഥലത്തേക്ക് നീ പോകുക എന്നല്ല പറഞ്ഞത്, ഞാൻ കാണിച്ച് തരാനിരിക്കുന്ന സ്ഥലത്തേക്ക് നീ വരിക. നിന്റെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ചിട്ട് വരിക. അബ്രാഹം ദൈവം കാണിച്ച് തരാനിരുന്ന സ്ഥലത്തേക്ക് വിശ്വസിച്ചു. ദൈവം എനിക്കൊരു സ്ഥലം തരും. അബ്രാഹം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു. അബ്രാഹം ആ സ്ഥലം പോയി, ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലം, കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം പോയി അത് സ്വന്തമാക്കി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും പീഡകളും ഒക്കെ വരുമ്പോഴും നമ്മൾ വിശ്വസിക്കണം, ദൈവം എന്നെ അനുഗ്രഹിക്കും. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്നില്ലേ, മരിച്ചവരുടെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് സ്വന്തമാക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിത്യമായ ജീവിതമാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിൽ ഒരു ജീവിതം നമുക്കും യേശുക്രിസ്തുവിനോടൊപ്പം ലഭിക്കുവാൻ, നിത്യമായ ജീവിതം സ്വന്തമാക്കുവാൻ വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധം നിങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.